നമ്മൾ ബ്രൊക്കോളി കൃഷി ചെയ്തതിന്റെ മുന്നിലായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി ബ്രൊക്കോളിയാണ്. കണ്ടില്ല, നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല കരുത്തുണ്ട് കേട്ടോ. ക്യാബേജും കോളിഫ്ലവറും നട്ടേലും കരുത്ത് കുറച്ച് കൂടിയിട്ടുണ്ട് നമ്മളെ ബ്രൊക്കോളിക്ക്. വേറൊന്നല്ല, ഇപ്പുറം സൈഡിൽ ചൈനീസ് ക്യാബേജും പിന്നെ ചീരക്കൊക്കെ നമ്മൾ സ്ലറി അടിച്ച സമയത്ത് അതിന് സ്ലറി ഇങ്ങനെ ചാലിലൂടെ ഒഴുകി പോയിട്ട് കൂടുതലും കിട്ടിയത് ബ്രൊക്കോളിക്കാണ്. ഇങ്ങോട്ടൊരു ചെരിവായിരുന്നു നമ്മളെ ഏരിക്ക്. അപ്പോൾ കൂടുതൽ സ്ലറിയും പോയിട്ട് എത്തിയിട്ടുള്ളത് നമ്മൾ ബ്രൊക്കോളിയിലായി പോയി. അപ്പോൾ അതിനനുസരിച്ച് നല്ല കരുത്തും വന്ന്. പിന്നെ നമ്മൾ കരുത്ത് കൂടിയതുകൊണ്ടൊന്ന് കുറച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ബ്രൊക്കോളി ചിലപ്പോൾ ചെറുതായി പോകും, ഉണ്ടാകുന്ന ബ്രൊക്കോളി ഇലയിലോട്ട് കരുത്ത് പോയിട്ട്. അപ്പോൾ അതവിടെയൊക്കെ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇതിൽ കാണുന്നുണ്ടല്ലേ, നല്ല നല്ല പച്ച നിറത്തിലുള്ള ബ്രൊക്കോളിയിൽ ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ. നല്ല മഞ്ഞുണ്ട് അല്ലേ ചെടിയിലൊക്കെ. അതിൻ്റെ വെള്ളമാട്ടോ നമുക്ക് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റുന്നതാണ്. 2 ദിവസമായിട്ട് നല്ല മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. നമ്മുടെ മഴ പെയ്തതിന് ശേഷം തണുപ്പ് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ പോക്ക് തൈ നടുമ്പോൾ കണ്ടില്ലേ, 2 തൈൻ്റെ ഇടയ്ക്ക് അടുത്ത പോക്ക് തൈ വരുമ്പോൾ ഇത് വലുതായി പോയിട്ട് അങ്ങനെ ചെറിയ തൈ വന്നാണ്. നല്ല അടിയിലൊക്കെ ഇപ്പം അധികം നനവ് അടിയിലൂടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മുകളിലൂടെ നനയ്ക്കൽ നമ്മൾ നിർത്തി. അത് അങ്ങോട്ട് മുകളിലോട്ട് കാണിച്ചു കൊടുക്കുക. ചില ഗ്യാപ്പുകൾ കാണാം. അവിടെയൊക്കെ നമ്മൾ ഒരു 10ഓളം തൈകൾ ഇപ്പം ഇതിന് ചീഞ്ഞു പോയിട്ടുണ്ട്. മുകളിലൂടെ നനയ്ക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നനയ്ക്കും. മുകളിലൂടെ സ്പ്രിംഗ്ലർ ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ തട്ടിയിട്ട് ഈ തണ്ട് ഉണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് ചീച്ചിൽ തുടങ്ങുക. അങ്ങനെ പറയല്ല, കുറച്ച് തൈകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആയി നിൽക്കുന്ന തൈകൾ, അതായത് ബ്രൊക്കോളി ആയി സെറ്റ് ഈ ഒരു പ്രായത്തിലുള്ള തൈകൾ കുറേ നമുക്ക് ചീഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറിച്ച് ഒഴിവാക്കിട്ടോ. പിന്നെ നമ്മൾ മുകളിലൂടെ നനയ്ക്കൽ നിർത്തി. ഇപ്പോൾ താഴെയിലൂടെ നമ്മൾ ഏരിയയിലൂടെ അങ്ങനെ വെള്ളം വിടുന്നുള്ളൂ. പിന്നെ നനയ്ക്കലും കുറച്ചു. ഇപ്പോൾ 2 ദിവസം മുന്നേ മഴ കിട്ടി പിറ്റേന്ന് തന്നെ ഒന്ന് ചീഞ്ഞു പോയിരുന്നു. മുകളിലൂടെ നല്ല വെള്ളം വന്നിട്ട്. ഇതെങ്ങോട്ട് കാണിച്ചു കൊടുക്കും കുഞ്ഞോളെ, ഇവിടെ കുറച്ച് വലിയ ബ്രൊക്കോളി ഉണ്ട്. എന്തായാലും അടുത്ത ആഴ്ചയൊക്കെ ഇതൊക്കെ വിളവെടുക്കാനാവട്ടോ. ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവാണ്ട്. പക്ഷെ ചെടിക്കനുസരിച്ചുള്ള ബ്രൊക്കോളി ആയിട്ടില്ല തോന്നുന്നു അല്ലേ. ഇവിടെ കണ്ടോ, ഇതിനൊക്കെ കരുത്ത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. നമ്മളെ കോളിഫ്ലവറിന് കരുത്ത് കുറഞ്ഞു പോയി, നമുക്ക് കറക്റ്റ് സമയത്ത് പണിയെടുക്കാനും പറ്റിയില്ല. പിന്നെ സ്ലറിയൊക്കെ അടിച്ചൊക്കെ കുറവായിരുന്നു. ഇത് നേരെ കരുത്ത് കൂടിയും പോയി. ഇതൊക്കെ ഒരു ലെവലിൽ നിർത്തണം, അല്ലെങ്കിൽ ഇലയിലോട്ട് കരുത്ത് പോയതുകൊണ്ടാണ്. ഇപ്പം ഇനി അറിയില്ല കേട്ടോ, കുറച്ചും കൂടെ ഒന്ന് ആയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ വിളവെടുക്കുമ്പോൾ അറിയാം നമുക്ക് ബ്രൊക്കോളി എത്ര തൂക്കം വരുന്നുണ്ടെന്നൊക്കെ. എല്ലാം ഒരു ആവറേജാണ് നല്ലത്. വലിപ്പം കൂടിയാലും പ്രശ്നമാണ്. ഓവർ വലുപ്പമായി കഴിഞ്ഞാൽ ആരും വാങ്ങിക്കില്ല. ഒരു ഇടത്തരാണ് എല്ലാവർക്കും എല്ലാം വേണ്ടത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോലെ ആ സൈഡിലുള്ളത് അങ്ങനെ വാട്ടം മതി. നടുക്ക് വെച്ചാണ് കുറച്ച് അങ്ങനെ ചീഞ്ഞു പോയത് കേട്ടോ. വാട്ടല്ല ചീച്ചിൽ വന്നത്. ഇത് നോക്ക്, നമ്മളെ ലാസ്റ്റ് വിളവെടുപ്പാണ് ചൈനീസ് കേബേജിന്റെ. അപ്പോൾ അവിടെയും ഇവിടെ ഒക്കെ ഓരോ ചൈനീസ് കേബേജ് കാണാം. ഇതൊക്കെ ഒരു 2 കിലോന്റെ മുകളിൽ ഉണ്ടാവുന്നു. സെറ്റായതാ. ആ ലൈനിലൊക്കെ നമുക്ക് ചൈനീസ് കേബേജ് വിളവെടുക്കാണ്ട്. നമ്മൾ ബ്രൊക്കോളിയും ചൈനീസ് കേബേജും നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നട്ടതുകൊണ്ട് വരുന്നവരൊക്കെ വേഗം നോക്കുന്നത് കേട്ടോ. ചില ആളുകൾക്കൊന്നും ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഫ്ലവർ അല്ല, ബ്രൊക്കോളി ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ബ്രൊക്കോളിയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വരുന്നവർക്ക് ഇനി ബ്രൊക്കോളി കാണിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതാ പതുക്കെ പോകുന്നത് ഇതെവിടെ ഒന്ന് ചീഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചീച്ചിൽ നിന്നിട്ടില്ല കേട്ടോ. കാണുന്നത് നമ്മൾ കൈയോട് ഒഴിവാക്കണം കേട്ടോ. അവിടെ കാണുന്നുണ്ടോ? ഇതുപോലെയാണ്. ഞാൻ പറിച്ച് കാണിച്ചു തരാം. ഇതിലേ 2 എണ്ണം അടുപ്പിച്ചുണ്ടായതുകൊണ്ട് അങ്ങനെ പറിക്കാൻ പറ്റുന്നില്ല. ഒന്നിന് കുഴപ്പമില്ല. ഒരു കുഴിയിൽ 2 എണ്ണം വന്നിട്ടുണ്ട്. കത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ ഉണ്ടോ, ആദ്യം ഇങ്ങോട്ട് ഇതുപോലെ ചീഞ്ഞു പോകും. അതിൻ്റെ തണ്ട് പറിക്കാണ്ട് 2 എണ്ണം കേട്ടോ ഒന്നിൽ വന്നിട്ടുള്ളത്. അത് കുഞ്ഞുങ്ങളെ കത്തിയില്ല അവിടെ, അത് ഒഴിവാക്കണം അവിടുന്ന്. എന്തായാലും നല്ല സ്മെല്ലാ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കെയില് ഇതിൻ്റെ ഇല ചീഞ്ഞിട്ട് ഭയങ്കര സ്മെല്ലാന്ന് പറഞ്ഞ പോലെ ഒഴിവാക്കട്ടെ ഇവിടുന്ന്. ചീഞ്ഞത് അങ്ങോട്ട് ഇട്ടേ. ഇത് തട്ടിക്കഴിഞ്ഞാൽ ആ ചീച്ചിൽ അങ്ങനെ പരന്നു വരുക ഇങ്ങനെ ഉണ്ടാവും. ഒന്നിൻ്റെ ചോടാട്ടോ. അങ്ങനെ ഈ തണ്ടിന് ചീച്ചിൽ വന്നിട്ട് പതുക്കെ ഇതില് സ്പീഡിൽ നടന്നാൽ ഇല പൊട്ടും. അതുകൊണ്ടാ. എന്തൊരു സ്മെല്ലാ. ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ 10 ഇത് 11ാമത്തെ തൈ എണ്ണുന്നുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ ആദ്യം കൊണ്ട് വാടി തുടങ്ങും. ഇതാണ് അവസ്ഥ. ഇത്ര ബ്രൊക്കോളി ആവാനായിട്ടാണ് ഈ പോകുന്നത്. തുടക്കത്തിലുള്ള വാട്ടരോഗമൊക്കെ വന്ന് പിന്നെ മാറിക്കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വെച്ച് പിന്നെ നനവ് കുറച്ചപ്പോഴാണ് ഇതൊക്കെ നിന്നത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ മഴ പെയ്തില്ല. മഴേൻ്റെതാണ് കണ്ടില്ലേ. ചീഞ്ഞു പോയിട്ട് നമ്മൾ ഇലയൊന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലായിരുന്നോ.
ഗ്യാപ്പ് അങ്ങനെ വരാത്ത നമ്മൾ അടുപ്പിച്ച് നട്ടതുകൊണ്ട് പറിക്കുന്ന ഗ്യാപ്പ് അങ്ങനെ വരുന്നില്ല. നമുക്കറിയാം അവിടെ ഒരു ചെറിയൊരു വെളിച്ചം വരും ഓരോ ഗ്യാപ്പിലും. അപ്പം ഇതൊരു വലിയ പ്രശ്നമായിരുന്നു ഇപ്രാവശ്യം. ഇതേ രോഗം ക്യാബേജിനുണ്ട്. നമ്മൾ പറഞ്ഞു ഇന്നലെ നമ്മൾ ചീര പറിക്കാൻ പോയപ്പോൾ ക്യാബേജ് നമ്മൾ വിളവെടുക്കാനായിട്ടില്ല. അപ്പം അതിന് നമ്മൾ നനവ് നിർത്തുക, മാക്സിമം നനവ് നിർത്തിയിട്ട് അടിയിലൂടെ നമ്മൾ പൈപ്പ് വെച്ചിട്ട് ആ ചാലിലൂടെ അങ്ങനെ വെള്ളം വിട്ടു കൊടുക്കുക. ഇന്ന് ഇഷ്ടംപോലെ കോഴികൾക്ക് ഇന്ന് ഇതാ അതുപോലെ വന്നാണ് ഇതാ ചൈനീസ് ക്യാബേജ് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേ രോഗം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇന്ന് പറ്റുന്നൊക്കെ നമുക്ക് എടുത്തിട്ട് ഇന്നെന്തായാലും ചൈനീസ് ക്യാബേജ് ഏകദേശമൊക്കെ വിളവെടുക്കും. ഇനി കുറച്ച് നമ്മളെ ആരെയും പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്കും എല്ലാം അങ്ങനെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് കുറച്ച് നിർത്തുള്ളൂ. ബാക്കി ഇതിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ബാക്കി പരമാവധി നമ്മളിന്ന് വിളവെടുത്ത് തീർക്കും കേട്ടോ. കുറച്ച് ഓർഡറും ഉണ്ട് നമുക്ക്. ഇതൊക്കെ അങ്ങനെ വരുന്ന ഈ ചൈനീസ് ക്യാബേജിനൊക്കെ തുടക്കമുണ്ട്. പിന്നെ വിളവായിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാലും പ്രശ്നമാണ്. പക്ഷെ ബ്രോക്കോളി ഇങ്ങനെ ആവുന്നതിന് മുന്നേ പോകുന്നതാണ് സങ്കടം. അവിടെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ലൈൻ നമ്മൾ പറിച്ചിട്ടില്ല എത്രയും ഭാഗം. ഇതൊക്കെ ഒന്ന് നമുക്കൊരു 5-6 എണ്ണത്തിന് ഓർഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറിച്ചെടുത്താൽ തന്നെ ഏകദേശം കഴിയും. പിന്നെ നമ്മൾ കുറച്ച് നിർത്തുന്നേ ഉള്ളൂ. ഇവിടെ ഇനിയിപ്പം കണ്ടില്ലേ പച്ചച്ചീരിയും ചുവപ്പ് ചീരിയും ഉണ്ട്. അതും കൂടെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ചീര നമ്മൾ വെട്ടി ഒഴിവാക്കുന്നത്. ഇവിടെ നമുക്ക് വേഗം ചൈനീസ് ക്യാബേജ് നട്ടു കൊടുക്കണം. ഈ സ്ഥലം ഇനി ബ്രോക്കോളി ഇതാണ്. ഈ ഏരിയ ഇവിടുന്ന് ഇങ്ങോട്ട് മുഴുവനായിട്ട് നമ്മൾ അടുത്ത ചൈനീസ് ക്യാബേജ് നട്ടു കൊടുക്കും. ഇതുകൊണ്ട് പറിക്കുക. അല്ല അടിപൊളി. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ, ഇത് നോക്കി ആണ് 2 കിലോന്റെ മുകളിലുണ്ട്. കുറച്ചിങ്ങോട്ട് വെച്ചിട്ട് ഈ മണ്ണ് കളഞ്ഞിട്ടേ ക്ലീൻ ചെയ്യില്ല, നമുക്ക് ക്ലിൻറാപ്പൊക്കെ ചെയ്യാനുള്ളൂ. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകണം. ഒന്ന് പറിച്ചു വെക്കാം. ഇവിടെ വെക്കട്ടെ, വഴി ബ്ലോക്കാ. 2 കൊട്ട എടുത്ത് എന്താ അറിയോ, ചീഞ്ഞത്, അതായത് കുറച്ച് ഡാമേജ് ഉള്ളത് ഉണ്ടാവും. നമുക്ക് എടുക്കണമെങ്കിൽ ഇതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് പ്രശ്നമാണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് മാറ്റി വെക്കുന്നത്. ഇത് നമ്മളെ വീട്ടിലെ ആവശ്യത്തിനും പിന്നെ അങ്ങനെ ഉപയോഗിക്കുക ചെയ്യട്ടെ. നമ്മളിവിടെ നാസർക്കി ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകാറുണ്ട്. എന്താ വെച്ചാൽ ഇത് നമ്മൾ കൃഷി ചെയ്യുന്നവർക്കറിയാം ഇതൊന്നും കംപ്ലൈന്റ് ഉള്ളതല്ല, ചെറിയ ചീച്ചിന് കാര്യം തുടങ്ങുന്നല്ലേ ഉള്ളൂ അങ്ങനെ എടുക്കാന്നൊക്കെ. എന്തായാലും ആരെങ്കിലുമൊക്കെ വന്ന് കൊണ്ടുപോയിക്കോളും. പിന്നെ ഇതാ ഇവിടുന്ന് നല്ലൊന്ന് എടുക്കാം. ഇതിങ്ങനെ പറിച്ചിങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ കത്തിയിട്ടൊന്നും വേണ്ട. ഇത് മണ്ണ് മാത്രം നമ്മളൊന്ന് കളയാം. 1-2 ഇലയും ഇവിടെ പൊട്ടിച്ചിടാം. അയ്യോ മാറിപ്പോയി, ഞാൻ കൊട്ട വെച്ച് മാറിപ്പോയി. ഇത് കണ്ടാൽ നല്ലതുപോലെ ഉണ്ട്. ഇങ്ങനെ കാണുമ്പോ ഇവിടെ ചീച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നന്നായി. എന്താ പറയുക, വേഗം സ്മെല്ല് വരും. പിന്നെ റാപ്പും കൂടെ ചെയ്തിട്ട് പിന്നെ ഒരു അയക്കുന്ന സമയത്തേക്ക് സ്മെല്ല് വരും. എടുക്കാം അല്ലേ, അത്യാവശ്യം ആയതാ. കുറെ ആളുകൾ വന്ന് ചൈനീസ് ക്യാബേജ് വാങ്ങിട്ടോ. ഇവിടെ അടുത്തുള്ളവർ നമ്മൾ ചൈനീസ് ക്യാബേജിന്റെ വിളവെടുപ്പിന്റെയും അത് കഴിഞ്ഞ് 1-2 വീഡിയോ ചെയ്തില്ലേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടം പോലെ ആളുകൾ വന്ന് വാങ്ങിച്ചു പോയിട്ടോ. അതുകൊണ്ട് വേഗം കഴിഞ്ഞ്. പിന്നെ ഇത് നമുക്ക് സ്ഥിരമുള്ള ഓർഡറാണ്. ഇനി ഇവർക്കിപ്പോൾ കൊടുക്കാനുണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി വരണം. ഇവരെ വാങ്ങിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഇതാണ്ടോ എന്ത് വലുതാകും. ഇതാണ് ഞാൻ ഇങ്ങനത്തെ കൊട്ട എടുത്ത് കിട്ടും. ചിലപ്പോൾ ഇതാ ഈ മോൾ ഭാഗമൊക്കെ കിട്ടും. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഇവിടെ എത്ര വേസ്റ്റ് വന്നാലും കോഴികളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങളെ നിർത്തല്ലേ അവിടെ. നമുക്ക് എന്തായാലും ചീര അവിടുന്ന് മൊത്തത്തിൽ ചീര കളയില്ല. അല്ല ഇപ്പൊ നട്ടാല് 1 മാസം കൊണ്ടായത്. ഇനിയിപ്പോ തണുപ്പ് കുറഞ്ഞാൽ ഒരു 1-1.5 മാസം കൊണ്ട് നോമ്പ് കഴിയാനായിട്ട് ഇനിയിപ്പോ നട്ടാലും ആയി കിട്ടുള്ളൂ. ഇതാ ഇവിടെ ഒന്നുണ്ട് അത്യാവശ്യം ആയതായതുകൊണ്ട് പറിച്ചിട്ട്. എന്തായാലും ഇപ്പൊ ചീര കളയാതെ നമുക്ക് നടാൻ പറ്റില്ല. ചീര കളയല്ല, പരമാവധി ചീര നമ്മള് മുറിച്ചെടുത്തിട്ട് പിന്നെ കളയേണ്ടി വരും. 3 എണ്ണം ആയപ്പോഴത്തേക്ക് നോക്ക് ഒരു കൊട്ടായി. ഇവിടെ കുറച്ച് ആവണേ ഉള്ളൂ. നല്ല ആയത് ഒന്നും കൂടെ ഒന്നല്ല, നമുക്ക് 6 എണ്ണം വേണമല്ലോ അല്ലേ. ഇപ്പൊ നല്ല ഏകദേശം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചൈനീസ് ക്യാബേജ്. മാക്സിമം ആയിട്ടുണ്ട് ഇതിന്റെ വളർച്ച. ബാക്കിയുള്ളത് നമുക്ക് കൊണ്ടുവച്ചിട്ട് അപ്പം 1-2 കൂടെ പറിച്ചാൽ ഏകദേശം ആവും. 4 ആയില്ലേ, 2 6 അതെന്നെ ഉണ്ട് എടുക്കാം അല്ലേ. ഇവിടെ ഒന്ന് തുടക്കത്തിലുണ്ട്. ഇതൊക്കെ ഇതായിട്ടില്ല.
അപ്പം ഇനിയുള്ളവരൊക്കെ ചൈനീസ് ക്യാബേജ് വരുമ്പോൾ നമ്മളോട് വിളിച്ചു ചോദിച്ചിട്ട് വരണം. കഴിയാനായിട്ട് ഞാൻ പറയില്ല, കുറച്ചേ നിർത്തുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ ഇനി അടുത്ത നട്ട് അത് സെറ്റായിട്ട് വരണം. പിന്നെ എനിക്ക് അടുത്ത വിളവെടുപ്പിനായത് ഇതാണ്, നമ്മളെ ബ്രൊക്കോളിയാണ്. പിന്നെ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള കുറച്ച് ചീര പറിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ സെറ്റാക്കിയിട്ട് ഇതൊന്ന് നമുക്ക് റാപ്പ് ചെയ്തിട്ട് കൊടുക്കും വേണം. പിന്നെ എന്ത് ചെയ്യും, അങ്ങോട്ട് പോയിട്ട് ഇത് റാപ്പ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. കൊടുക്കാനൊക്കെ ഉള്ള ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. വീഴാൻ പോണ്. ഇന്ന് കൊടുക്കാനുള്ള ചീരതാ മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പച്ചച്ചീര കൂടുതൽ. അപ്പോൾ ഇത് നമ്മളെ ബ്രൂക്കോളി ഒന്നും കൂടെ കാണിച്ചു കൊടുക്ക്. 2 ദിവസം കഴിഞ്ഞാൽ നമ്മളെ ബ്രൂക്കോളി ആവും. ആയതുപോലെയൊക്കെ ഉണ്ട്. ഒന്നും കൂടെ ആവുമെന്നൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണേ. അതെന്തായാലും വീഡിയോയിൽ കാണിക്കും. ആവശ്യമുള്ളവർ വേഗം തന്നെ ബ്രൊക്കോളിക്ക് ഒന്നുകൂടി. നമ്മളെ ചൈനീസ് കേബേജ്, വലിയ ചൈനീസ് കേബേജ്. നമ്മൾ മാക്സിമം അതിൻ്റെ ഉള്ളിൽ ഇലകളൊക്കെ കളഞ്ഞിട്ട് നോക്ക്, ഓരോന്നിൻ്റെ വലുപ്പം. സൂപ്പർ സാധനം, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. സമയം വൈകുന്തോറും ഇത് അങ്ങനെയല്ല, വിളവെടുപ്പിന്റെ സമയം കഴിയുമ്പോൾ ലാസ്റ്റ് വെച്ചിട്ടാണ് നല്ല സെറ്റ് ആയിട്ടുള്ളത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ. ഈ വേഗം എന്ത് ചെയ്യുക, ഇതൊക്കെ പറഞ്ഞ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ.